ഹായ്, ഞാൻ അപ്സ കേറജി. നിങ്ങൾ ഓ, അപ്സ. അപ്സ കേറജി പേരൊക്കെ എഴുതി വെച്ചു. നമ്മൾ ആദ്യം പറയുമ്പോഴത്തേനും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ പേരൊക്കെ എഴുതി നാല് പേര് കണ്ട് നമ്മളൊന്ന് പോപ്പുലർ ആവും. ഇപ്പൊ എന്റെ പേരറിയത്തില്ലല്ലോ. മാസ്ക് ഇട്ടൊരു പെൺകുട്ടിയായിട്ടല്ലേ എന്നെ എല്ലാവരും അറിയത്തുള്ളൂ. അതാണോ സെറ്റപ്പ്? ഈ പെൺകുട്ടി ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പെൺകുട്ടിയാണ് നമ്മുടെ എല്ലാ ബസ്സിനകത്ത് വീഡിയോ എടുത്തത്. ഇല്ല, ഒരു ചേട്ടൻ അടുത്ത് വന്നിരുന്ന് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിലേക്ക് പ്ലേ ചെയ്തേക്കാം. ഈ വീഡിയോ എടുത്ത പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. ഈ വീഡിയോ എടുത്തപ്പോഴത്തേനും കണ്ടു നിന്ന് ജനങ്ങൾക്കെല്ലാം തോന്നി ഇതിനകത്ത് അയാൾ മോശമായിട്ടൊന്നും പെരുമാറുന്നില്ലല്ലോ, ഇയാളുടെ മോശമായിട്ടുള്ള പെരുമാറ്റം ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും ചിന്തിച്ചു. ആ സമയത്താണ് ഈ പെൺകുട്ടി ഈ പുതിയ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് വന്നത്. അതായത് 100 പേര് ഈ വീഡിയോ കണ്ടെങ്കിൽ 99.5 ആൾക്കാർക്കും അയാളുടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അയാൾ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് തോന്നിയത്. പക്ഷെ ഈ പുള്ളിക്കാരി അപ്പൊ അതിലൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, ഞാൻ അപ്സ കേറജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. എന്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ റീച്ചിന് വേണ്ടി തന്നെയാണ്, താങ്കൾ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും ഇല്ല. ഞാൻ വ്യക്തമാക്കി തരാം. നിങ്ങൾക്ക് ബസ്സിൽ അപമര്യാദയായി ഒരു സംഭവം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. നിങ്ങൾ അപ്പോഴേ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീച്ചിന് വേണ്ടി തന്നെയാണ്. 4 ആൾ ഇത് കാണണം, 4 പേര് ഇത് അറിയണം, 4 പേരിലേക്ക് വീഡിയോ എത്തണം. അതിന്റെ പേരാണ് റീച്ച്. റീച്ച് അല്ല നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു. നിങ്ങൾ അതിനെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണമായിരുന്നു. നിങ്ങൾ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമായിരുന്നു. അതിന് പകരം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇതിനകത്ത് തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരെ ഒത്തിരി പേര് പറഞ്ഞു ഇത് റീച്ചിന് വേണ്ടി ചെയ്തെന്ന്. ഇത് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഈ ഇമാതിരി അനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാവരും വീഡിയോ എടുത്തിട്ടാണ്. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, റീച്ചിന് വേണ്ടി തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സാധനം അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ ആ വീഡിയോ ഇട്ടിട്ട് ഒരാൾ അല്ലെങ്കിൽ 2 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അത് റീച്ചിന് വേണ്ടി തന്നെ ഇട്ടാണ്, വേറെ ഒരു സംശയമില്ല. റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമായിരുന്നു. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. പോയിന്റ് നമ്പർ 1, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് താങ്കളെ വിളിച്ചിട്ട് ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ താങ്കൾ ചെയ്യുന്ന സാധനത്തിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ ആർക്കും തോന്നിയിട്ടില്ല. ഞാന് ആ വീഡിയോയിലേക്ക് തന്നെ വരാം. ആ വീഡിയോയുടെ താഴെ നിങ്ങൾ ഇട്ട ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അവസാന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായിട്ട് കാണാമെന്നുള്ളത്. അവസാന ഭാഗം നോക്കിയാലും ആദ്യ ഭാഗം നോക്കിയാലും അതിനകത്തെങ്ങും പ്രത്യേകിച്ച് ഒന്നും ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നതിൽ എങ്ങനെ ആൾക്കാർ വിശ്വസിക്കും, എങ്ങനെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യും? അപ്പൊ പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തവരുടെ ബാക്കി കേൾക്കാം. എന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കും. എന്റെ പൊന്നു മോളെ, കണ്ടന്റ് ഇല്ലാത്ത സമയമോ? ജാസി, രേണു ഇതൊക്കെയാണ് പക്ക റീച്ച് അടിക്കുന്ന സാധനങ്ങള്. പിന്നെ മാളവിക ഇതൊക്കെയാണ് റീച്ച് അടിക്കുന്ന സാധനങ്ങള്. കുട്ടിയുടെ ഈ കണ്ടന്റ് റീച്ചേ ആകാൻ വഴിയില്ല. ഒരാൾക്കും ഈ പറയത്തക്ക റീച്ച് ആകത്തില്ല ഈ സാധനം. എന്നിട്ടും നിങ്ങൾ കാണിച്ചത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറഞ്ഞത്. ഇതൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കണ്ടന്റിന്റെ യാതൊരു ക്ഷാമവും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ റീച്ച് ഉള്ളവർ നോക്കണമെങ്കിൽ ഈ പറയുന്ന രേണുവിന്റെയും ജാസിയുടെ പുറകെ തന്നെ പോകും. അതാണ് റീച്ച്, അതാണ് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യവും, കൂടുതൽ ആളുകൾക്കും കേൾക്കാൻ താല്പര്യവും. ഇങ്ങനെ പറ അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ മറുപടി. ആൾക്കാർ കണ്ടോ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? നിങ്ങൾ കണ്ടോ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? ഞാൻ കാണിച്ച ഇത്ര വീഡിയോ നിങ്ങൾ കണ്ടുള്ളൂ, അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും നമ്മൾ എങ്ങനെ കബഡി നിരത്തിയിരുന്ന് കാണുമോ? അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ടിരിക്കും. അതിന് മുമ്പുള്ള സാധനം നമ്മൾ എങ്ങനെ കാണും? നിങ്ങൾ കാണിച്ച സാധനം മാത്രമേ നമുക്ക് കാണാൻ വഴിയുള്ളൂ. നിങ്ങൾ കാണിച്ച സാധനം നമ്മൾ കൃത്യമായിട്ട് കണ്ടു. ആ കണ്ടതിന്റെ അനാലിസിസേ പറയാൻ വഴിയുള്ളൂ. ആ കണ്ടത് വെച്ചിട്ടേ കമന്റ് ബോക്സിൽ ഇടാൻ വഴിയുള്ളൂ. അപ്പൊ ഇതിനകത്ത് മോശമായിട്ടൊന്നും പെരുമാറുന്നില്ല. പക്ഷെ കമന്റ് ബോക്സിൽ ആൾക്കാർ ശരിയാ ഇതിന് മുമ്പ് ആ ചേട്ടൻ ആ കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടാകും കേട്ടോ. ആ വീഡിയോ ഇടുന്നതിന് മുമ്പും ആ വീഡിയോ ഇട്ടതിന് ശേഷവും ആ ചേട്ടൻ ഈ കുട്ടിയോട് അപമര്യാദയായി പെരുമാറി. പക്ഷെ വീഡിയോയുടെ സമയത്ത് ചേട്ടൻ അപമര്യാദയായിട്ട് ഇങ്ങനെയാണോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചേ?
നിങ്ങൾ കാണിച്ച വീഡിയോയിൽ അത്രേ ഉള്ളൂ. ആ കാണിച്ച വീഡിയോ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പോയി വല്ല CCTV ക്യാമറ എടുത്തിട്ട് വരണമായിരുന്നു. ഞാൻ കാണിച്ചത് വെച്ചിട്ടല്ലേ നിങ്ങൾ പറയുന്നേ? ഞാൻ പ്രതികരിച്ചില്ല, നിങ്ങൾക്ക് അറിയോ? അല്ലെ പ്രതികരിച്ചെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കണ്ടില്ല. ബാക്കി പറ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എന്റെ കമന്റ് ഇട്ടോമാര് അവന്മാരാണ് പ്രശ്നം, അല്ലെങ്കിൽ റിയാക്ട് ചെയ്തവരാണ് പ്രശ്നം. ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചു, ആ ചേട്ടൻ മാന്യമായിട്ടല്ലേ ഇരിക്കുന്നതാണ്. ആ ചേട്ടൻ അപമര്യാദയായിട്ട് പെരുമാറി എന്നാണ് കുട്ടി പറയുന്നത്, കുട്ടി അവകാശപ്പെടുന്നത്. എന്താ അപ്സാക്കിയ റീച്ചിന് വേണ്ടിയിട്ടല്ല കേട്ടോ. പക്ഷെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് കണ്ടാ പോകാൻ വേണ്ടിയിട്ട് പേരൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തു, നമ്മൾ റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോ ആ ചേട്ടൻ അപമര്യാദയായിട്ട് പെരുമാറി ഇല്ല എന്ന് കമന്റ് ബോക്സിൽ പറയുന്നു. ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷൻ അപമര്യാദയായിട്ട് പെരുമാറി, ആ പെൺകുട്ടി പ്രതികരിച്ചു, അത് നല്ലത് കണക്കിന് കൊടുത്തേക്ക്. എന്നിട്ട് പാവം ചേട്ടന് ആ ഒരു കുടുംബമുണ്ട്, പാവം ചേട്ടൻ എന്നോട് അപമര്യാദയായി, പാവം ചേട്ടന്റെ മുഖം നമ്മൾ ബ്ലർ ചെയ്യണം. പാവം ചേട്ടന് ജീവിക്കണ്ടിയോ? നമ്മളോട് അപമര്യാദയായിട്ട് പെരുമാറി പാവം ചേട്ടന്റെ മുഖം ബ്ലർ ചെയ്ത് ചേട്ടന്റെ ഐഡന്റിറ്റിയെ നമ്മൾ കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് നമ്മളോട് അപമര്യാദയായിട്ട് പെരുമാറിയ പാവം ചേട്ടനെതിരെ നമ്മൾ കേസും കൊടുത്തില്ല. നമ്മൾ വിശാല മനസ്കനായ ആശാൻ ചേട്ടനോട് ക്ഷമിക്കുകയും ചെയ്തു. എന്റെ പൊന്നു കുഞ്ഞെ, വിശ്വസിക്കാൻ പറ്റുന്ന കഥ വല്ലതും പറയണം കേട്ടോ. നിങ്ങൾ ആദ്യം പറഞ്ഞത് പിന്നെയും ബിലീവബിൾ ആയിരുന്നു. അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഒരു പക്ഷേ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ ഈ വീഡിയോക്കൊന്നും കാണുന്നില്ലെന്നാണ് എല്ലാവരും സംസാരിച്ചത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാരും സംസാരിച്ച് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ എക്സ്പ്ലനേഷൻ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നു, അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ? ഇല്ല, നിയമ നടപടികൾ സ്വീകരിക്കും. നമ്മുടെ അമ്മയ്ക്കോ പെങ്ങളിന് ഇങ്ങനെ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തെളിവോടെ ഫോൺ എടുത്തിട്ട് അയാൾ അപമര്യാദയായിട്ട് പെരുമാറുന്നു ചോദിക്കത്തില്ല, അപ്പോഴേ നിർത്തി അത് പ്രശ്നമാക്കി. നിങ്ങൾ എത്ര അമ്മയും പെങ്ങളും ബസ്സിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് വീഡിയോ എടുത്തിട്ട് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒരുപാട് പുരുഷന്മാർ മോശമായിട്ട് സ്ത്രീകളോട് പെരുമാറുന്നുണ്ട്, അവർക്കെതിരെ എല്ലാം പ്രതികരിക്കണം. അതെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെയാണ് ഇത് കാണിച്ചത്. അങ്ങേരുടെ മുഖം ബ്ലർ ചെയ്ത് എന്തിനാണ് നിങ്ങൾ? ഇതിനകത്ത് ഈ പെൺകുട്ടി ഈ റീല് പോസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത് മറ്റൊരു റീലും കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതേ റീല് തന്നെ രണ്ടാമത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരി മെൻഷൻ ചെയ്യുന്ന ഒരു സാധനം, നീഡ് മൗണ്ടൻ ഓഫ് എവിഡൻസ് ടു ബിലീവ് എ മാൻ ഈസ് എ റേപ്പിസ്റ്റ്. അയാള് ഒരു റേപ്പിസ്റ്റ് ആണെന്നാണ് ഈ പെൺകുട്ടി അവകാശപ്പെടുന്നത്. റേപ്പിസ്റ്റിന്റെ മുഖം താങ്കൾ എന്തുകൊണ്ട് ബ്ലർ ചെയ്യുന്നു? താങ്കൾ അത്ര വിശാല മനസ്കയായ പെൺകുട്ടിയാണെങ്കിൽ, താങ്കൾക്ക് അത്രയും സമൂഹത്തോട് നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ, റീച്ചിന് വേണ്ടി ചെയ്തതല്ല പ്രതികരിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഇയാളുടെ മുഖം പബ്ലിഷ് ചെയ്യണം. ഇയാളുടെ മുഖം പബ്ലിഷ് ചെയ്തതല്ലേ മറ്റു പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് സേഫ് ആകത്തുള്ളൂ. ഇപ്പൊ മറ്റേ മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടി സബാദിന്റെ മോന്ത നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ട് ഇപ്പൊ അവൻ വരുമ്പോഴേ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഇവൻ വെറും മറ്റവനാണ്, ഇവന്റെ അടുത്ത് സേഫ് ആയിട്ടിരിക്കണോ. താങ്കൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല? താങ്കൾ എന്തെങ്കിലും അതിന്റെ റീസൺ പറയാനുണ്ടോ? ഞാൻ അപ്സ. അപ്പോ നമ്മള് ശരിക്കും റീച്ചിന് വേണ്ടി തന്നെയാണ് കുഞ്ഞെ, അതിനകത്ത് യാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ തെളിവ് പോസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമായി പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് സാധനം ടൈപ്പ് ചെയ്തിടാനേ പാടില്ലായിരുന്നു. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടിയത്. അതിനകത്ത് ഇനി യാതൊരു താളവും അടിച്ചിട്ട് കാര്യമില്ല. ബാക്കിയേക്കാം. ആദ്യം തെളിവ് ചോദിക്കൂ, അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം വിഴുങ്ങി ഇരുന്നേന്ന് ചോദിക്കൂ? നിങ്ങൾ അതാ. ഒരു ആണ് അപമര്യാദയായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി പ്രതികരിക്കണം. പെൺകുട്ടി പ്രതികരിച്ചില്ലെങ്കിൽ പഴമെഴുകി ഇരുന്നത് തന്നെ നാട്ടുകാർ ചോദിക്കും, വീട്ടുകാരും ചോദിക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് ഒരു പുരുഷൻ, ഏതോ ഒരുത്തൻ, പുരുഷനോ സ്ത്രീയോ, ഇപ്പൊ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല, അപമര്യാദയായിട്ട് പെരുമാറിയ താല്പര്യം ഇല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കുക. അതാണ് സംഭവം. അയ്യോ എന്റെ അമ്മയും പെങ്ങളുമാണേ, അവര് പ്രതികരിച്ചില്ലേ, അയ്യോ കുഴപ്പമില്ല കേട്ടോ, അങ്ങനൊന്നും അല്ല. ആരായാലും പ്രതികരിക്കുക. കാരണം അടിച്ചു പൊളിക്കാനേ എല്ലാരും പറയത്തുള്ളൂ. നിങ്ങൾ എന്ത് വിവരക്കേടൊക്കെയാണ് വന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോ? ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്റെ അമ്മ മാസ്മരിക സാധനമൊക്കെ റീച്ച് ആവാൻ വേണ്ടി ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ പോലൊരു സാധാരണക്കാരി ആണെങ്കിൽ, ആ സാധാരണക്കാരി ഹൈലൈറ്റഡ് ആണ്. ഞാൻ സാധാരണക്കാരിയാണ് കേട്ടോ. സാധാരണക്കാരുടെ സപ്പോർട്ട് പിടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ്. അത് കറക്റ്റ് ആണ്. ഇതേപോലൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായാൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വരത്തില്ല. കാരണം നമ്മൾ ബസ്സിൽ കയറി അടുത്തിരിക്കുന്ന ഒരുത്തനെ ഇങ്ങനെ കൈപൊക്കി കയ്യുടെ ഇടയ്ക്കൂടെ വീഡിയോ എടുത്ത് കൊടുത്തിട്ട് അയാളുടെ മുഖവും ബ്ലർ ചെയ്തിട്ട് അയാൾ ഒരു റേപ്പിസ്റ്റ് ആണെന്നും പറഞ്ഞിട്ടിട്ട്
അയാൾക്കെതിരെ യാതൊരു തെളിവില്ല. പക്ഷെ വീഡിയോയുടെ അവസാനം നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ അയാൾ ഇങ്ങനെ ഇരിക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അപമര്യാദകളും അതിനകത്തൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കൂ. ഈ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലത്തെ മോശം അനുഭവം ഉണ്ടായിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാര്. നിങ്ങളെ മാത്രമാണ് എതിർത്തത് ആന്നേ. അപ്പൊ അതിന്റെ റീസൺ എന്താ? അപ്പോ അപ്പം അതല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾ ഇട്ട വീഡിയോയില് തെളിവില്ല എന്നുള്ളത് തന്നെ പ്രശ്നം. ഇവര് പറയുന്നത് അതിനു മുമ്പും അതിനു ശേഷവും ഞാൻ പ്രതികരിച്ചു. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അത് നമ്മള് വെറ്റിലയില് മഷി നേരത്തെ അറിയുമോ? അത് നിങ്ങളെ തലയുടെ മേളിൽ നമ്മൾ ഡ്രോൺ നിർത്തി അറിയുമോ നിങ്ങൾ അതിന് മുമ്പോ മോശമോ ശേഷമോ മോശമായിട്ട് പെരുമാറുന്നു? നിങ്ങൾ ഇട്ട സാധനത്തിന്റെ റെസ്പോൺസേ നമുക്ക് തരാൻ പറ്റൂ. ആ റെസ്പോൺസ് ആണ് നമ്മളെല്ലാവരും തന്നെന്ന് മനസ്സിലാക്കുക എന്റെ പ്രിയ സുഹൃത്തെ. താങ്കളോട് ഒരു ദേഷ്യമില്ല, വിരോധമില്ല, വെറുപ്പുമില്ല, ഒന്നുമില്ല. താങ്കൾക്ക് മോശം അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ അയാളുടെ മുഖം വെളിയിലിട്, അയാളുടെ മുഖം പുറത്ത് കാണിക്ക്. അയാളുടെ മുഖം പുറത്ത് കാണിക്കുമ്പോഴത്തേന് നിങ്ങൾ ബസ്സിൽ സീൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബസ്സിലുള്ള സഹയാത്രികർക്ക് അറിയായിരിക്കും. ഇതുവരെ അങ്ങനെ ഒരു നിങ്ങളുടെ വീഡിയോ ഭയങ്കര റീച്ച് ഉണ്ടായിട്ടും അങ്ങനെ ഒരു സഹയാത്രികൻ ശരിയാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ മോശം അനുഭവം ഉണ്ട്, ഈ പെൺകുട്ടി പ്രതികരിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. നിങ്ങൾ അയാളുടെ മുഖം പുറത്തിടൂ. അപ്പോ അയാളെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഡിഫർമേഷൻ ആയിട്ട് ഒരു കേസായിട്ട് അങ്ങ് പോകും. നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ അയാൾ മിണ്ടാതിരിക്കും. നിങ്ങൾ ബസ് വെച്ച് പ്രതികരിച്ചപ്പോ യാത്രികര് നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തും. ധൈര്യമുണ്ടോ, ഗട്ട്സ് ഉണ്ടോ അയാളുടെ മുഖം പുറത്തിടാനായിട്ട്? നിങ്ങൾ ഇതെങ്ങനെ ഉറപ്പിച്ച് പറയുന്നെങ്കിൽ എനിക്ക് അയാൾ നിങ്ങൾ തെറ്റായിട്ട് പെരുമാറിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മൾ ആ വീഡിയോ കണ്ടതിന്റെ വെച്ച് മാത്രമാണ് സംസാരിച്ചത് സുഹൃത്തെ. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തു. പുള്ളിക്കാരി പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചാനൽ നോക്കിയിട്ട് ആ വീഡിയോക്ക് വീണ്ടും റീച്ച് കൊടുക്കണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. റീച്ചിന് വേണ്ടി ചെയ്തല്ല കേട്ടോ, പുള്ളിക്കാരി റീച്ചിന് വേണ്ടി ചെയ്തല്ല, ഞാനും റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല, ചുമ്മാ സാമൂഹ്യ സേവനം.